ഹലോ ഫ്രണ്ട്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി പാർട്ട് 14 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ് റെസിസ്റ്റേഴ്സിനെ പ്രധാനമായും രണ്ട് വ്യത്യസ്തമായ രീതിയിൽ കമ്പൈൻ ചെയ്യിക്കാം. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. സീരീസ് കോമ്പിനേഷൻ നമുക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാം, റെസിസ്റ്റേഴ്സിനെ ഇങ്ങനെ ചങ്ങല പോലെ കണക്ട് ചെയ്യുന്ന രീതിയാണ് സീരീസ് കോമ്പിനേഷൻ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, അവയ്ക്ക് സെയിം വാല്യൂ ആണ്. അവയാണെങ്കിൽ സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ആർ ഈക്വലന്റ്, വിച്ച് ഈസ് ഈക്വൽ ടു സീരീസ് കോമ്പിനേഷൻ ഇക്വേഷൻ എന്താണ്? R1 പ്ലസ് R2 പ്ലസ് R3. ശരിയല്ലേ? ഇവിടെ റെസിസ്റ്റൻസ് എല്ലാം സെയിം വാല്യൂ ആണ്. സോ ആർ പ്ലസ് ആർ പ്ലസ് ആർ നമുക്ക് എത്ര കിട്ടും? 3R എന്ന് കിട്ടും. ഇനിയാണെങ്കിൽ ഇവിടെ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ പറഞ്ഞേനെ ഈക്വലന്റ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു NR എന്ന് പറഞ്ഞേനെ. ശരിയല്ലേ? ഇനി നമ്മൾ പാരലൽ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ വീണ്ടും 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, അവയ്ക്ക് സെയിം വാല്യൂ ആണ്. അങ്ങനെയെങ്കിൽ പിക്കും ക്യൂനും ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? പാരലൽ കോമ്പിനേഷനിലെ ഇക്വേഷൻ ആണ് 1 ഡിവൈഡ് ബൈ ആർ ഈക്വലന്റ് ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ഡിവൈഡ് ബൈ R2 പ്ലസ് 1 ഡിവൈഡ് ബൈ R3. ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ R1ന്റെ വാല്യൂ R തന്നെയാണ്. സോ റെസിസ്റ്റൻസ് എല്ലാം സെയിം വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം 1 ബൈ ആർ പ്ലസ് 1 ബൈ ആർ പ്ലസ് 1 ബൈ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 3 ബൈ ആർ. സോ നമുക്ക് ആർ ഈക്വലിൻ്റെ വാല്യൂ പിടിക്കാം. ആർ ഈക്വലിൻ്റെ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. സോ ആർ ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. ഇനി ഇവിടെ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ ആർ ഈക്വലന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞേനെ. ശരിയല്ലേ? സോ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ, ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? 1 ബൈ n ടൈംസ് ആയിട്ട് കുറഞ്ഞു പോയി. ഇവിടെയാണെങ്കിൽ n ടൈംസ് കൂടി. ഇനി ഇപ്പോഴും സർക്യൂട്ടിൽ റെസിസ്റ്റൻസിനെ ഒന്നുകിൽ സീരീസ് അല്ലെങ്കിൽ പാരലൽ എന്ന രീതിയിൽ മാത്രമേ കണക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ? അല്ല, ഇവയുടെ കോമ്പിനേഷൻ സാധ്യമാണ്. സീരീസും പാരലുമായിട്ടുള്ള മിക്സ്ഡ് കോമ്പിനേഷനും ഇവിടെ സാധ്യമാണ്, നമ്മുടെ സർക്യൂട്ടിൽ സാധ്യമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മിക്സ്ഡ് കോമ്പിനേഷനുള്ള റെസിസ്റ്റൻസിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറേ റെസിസ്റ്റേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ 2 പോയിന്റ് എടുക്കാൻ പോവുകയാണ്, എയും ഇത് മറ്റൊരു പോയിന്റാണ് ബിയും. എനിക്ക് എയ്ക്കും ബിക്കും ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമുക്ക് എപ്പോഴും 2 പോയിന്റ്സ് തരും. ആ 2 പോയിന്റുകൾക്കിടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങൾ ഈ നെറ്റ്വർക്ക് ശ്രദ്ധിച്ചേ. ഇവിടെയാണെങ്കിൽ റെസിസ്റ്റൻസ് സീരീസും പാരലുമായി മിക്സ്ഡ് കോമ്പിനേഷനിലാണ് കണ്ടുതിരിക്കുന്നത്. ശരിയല്ലേ? സോ ഇത് എന്ത് കോമ്പിനേഷനാണ്? മിക്സ്ഡ് കോമ്പിനേഷനാണ്. സീരീസിൻ്റെയും പാരലിൻ്റെയും മിക്സ്ഡ് കോമ്പിനേഷനാണ് ഈ നെറ്റ്വർക്ക്. മിക്സ്ഡ് കോമ്പിനേഷനുള്ള നെറ്റ്വർക്കിൻ്റെ ഏതെങ്കിലും 2 പോയിന്റുകൾക്കിടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുവാൻ നമുക്ക് വ്യത്യസ്തമായ മെത്തേഡുകളുണ്ട്. അതിൽ ഒരു മെത്തേഡാണ് സക്സസീവ് റിഡക്ഷൻ മെത്തേഡ്. സോ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഈ ഒരൊറ്റ മെത്തേഡ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, മിക്സ്ഡ് കോമ്പിനേഷനിൽ ഇത് ഒറ്റ മെത്തേഡ് മാത്രമല്ല, ധാരാളം മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് മാത്രമാണ് സക്സസീവ് റിഡക്ഷൻ മെത്തേഡ്. നീറ്റ് JEE ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് മാത്രം മതിയാവില്ല, നമുക്ക് വീണ്ടും മെത്തേഡ് വേണം. സിമെട്രി മെത്തേഡ്, നോഡൽ മെത്തേഡ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ പല മെത്തേഡ്സും പഠിക്കേണ്ടി വരും. പക്ഷെ നമ്മളുടെ NCERT ടെക്സ്റ്റിൽ ഈ ഒരൊറ്റ മെത്തേഡ് മാത്രമേ പഠിക്കുവാനുള്ളൂ. സോ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരൊറ്റ മെത്തേഡ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഏതാണ്? സക്സസീവ് റിഡക്ഷൻ മെത്തേഡ്. നമുക്ക് നോക്കാം ഈ മെത്തേഡ് വഴി ഈ നെറ്റ്വർക്കിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. സോ ഇനി കണ്ടുപിടിക്കേണ്ടത് എയ്ക്കും ബിക്കും ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ്. നിങ്ങൾ ഈ നെറ്റ്വർക്ക് നോക്കേ, ഇവിടെയാണെങ്കിൽ ധാരാളം റെസിസ്റ്റൻസ് ഉണ്ട്. അവയാണെങ്കിൽ സീരീസിലും പാരലുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിൽ നിന്നും സീരീസും പാരലും പറയാൻ ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സീരീസ്, ഏതൊക്കെയാണ് പാരലൽ. ഇനി എന്താണ് സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്ററിന്റെ ഒരു കാല് മറ്റൊരു റെസിസ്റ്ററിന്റെ മറ്റൊരു കാലുമായിട്ട് കോണ്ടാക്റ്റിലാണ്, ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണ്. ശരിയല്ലേ? അതുകൊണ്ട് അവയിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഈ 2 റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ റെസിസ്റ്ററും സീരീസ് കണക്ഷനിലാണ്. സോ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത എന്താണ്? കറണ്ട് സെയിം ആയിരിക്കും. റെസിസ്റ്ററിന്റെ ഒരു കാല് ഉണ്ട്, റെസിസ്റ്ററിന് 2 ലെഗുകളുണ്ട്. അതിൽ ഒരു കാല് മറ്റ് റെസിസ്റ്ററിന്റെ മറ്റേ കാലുമായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടിരിക്കണം.
സോ അങ്ങനെയുള്ള ഏതെങ്കിലും റെസിസ്റ്റേഴ്സ് ഉണ്ടോ? നമ്മൾ നോക്കുമ്പോൾ ദേ ഇതൊരു റെസിസ്റ്റർ ഉണ്ട്, ശരിയല്ലേ? ഈ റെസിസ്റ്ററിൻ്റെ ഒരു കാല് മറ്റു റെസിസ്റ്ററിൻ്റെ മറ്റൊരു കാലുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. സോ നമുക്ക് തോന്നും ഇതെന്താണ്, സീരീസ് ആണെന്ന് തോന്നും. അതുപോലെ വേറെ വല്ലതും ഉണ്ടോ? ഉണ്ട്, ഇതുമുണ്ട്, ശരിയല്ലേ? ഒരു റെസിസ്റ്ററിൻ്റെ ഒരു കാല് മറ്റു റെസിസ്റ്ററിൻ്റെ മറ്റൊരു കാലുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും ഇതും എന്തിലാണ്, സീരീസിലാണ്, ശരിയല്ലേ? നമുക്ക് നോക്കാം ഇത് സീരീസിലാണോ എന്ന് നോക്കാം. നമുക്കറിയാം സീരീസ് കണക്ഷനിൽ കാല് മാത്രം ഇങ്ങനെ ബന്ധിപ്പിച്ചാൽ പോരാ, പകരം കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കണം, ശരിയല്ലേ? സോ സീരീസ് കണക്ഷന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒരു റെസിസ്റ്ററിൻ്റെ ഒരു കാല് മറ്റു റെസിസ്റ്ററിൻ്റെ മറ്റൊരു കാലുമായിട്ട് ബന്ധിപ്പിക്കണം. അതുപോലെ അവയിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഇവിടെ രണ്ടും എന്താണ്, ഇതുപോലെ സീരീസ് കണക്ഷൻ തോന്നിയിട്ടുണ്ട്. നമുക്ക് ഉറപ്പിക്കാനായിട്ട് കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂവും സെയിം ആണോ നോക്കാം. സോ ഞാനാണെങ്കിൽ ഈ എ എന്ന പോയിന്റിൽ നിന്നും ഒരു വയർ എടുക്കാൻ പോവുകയാണ്. ഈ വയർ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചു. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനെ ബിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സോ കറണ്ട് എങ്ങനെ ഒഴുകും? കറണ്ട് ആണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഒഴുകും, ശരിയല്ലേ? ഈ കറണ്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്. ഈ കറണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത് പല വഴികളായിട്ട് മുറിഞ്ഞു, ശരിയല്ലേ? ആ പുഴയാണെങ്കിൽ പല ഭാഗങ്ങളായിട്ട് മുറിഞ്ഞു. അതിൽ ഒരു കറണ്ട് ഇങ്ങനെ പോകും, ഇതാണ് I1, ഇത് I2, ഈ കറണ്ട് I3, ഇവിടുന്ന് പോകുന്ന കറണ്ട് I4, ഈ കറണ്ട് I5. അങ്ങനെ വ്യത്യസ്തമായ കറണ്ടായിട്ട് മാറി. ഇനി ഈ കറണ്ടുകളുടെ ആഗ്രഹം എന്താണ്? കറണ്ടുകളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എത്തിച്ചേരുക എന്നാണ്. സോ ഈ I5 ഇങ്ങനെ പോയി ഈ റെസിസ്റ്ററിലൂടെ കടന്നു വന്ന് ഇത് നേരെ ഇങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് വരുമോ? നമുക്കറിയാം ഈ കറണ്ടിൻ്റെ ആഗ്രഹം എന്താണ്? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എത്തിച്ചേരുക. അതിനുവേണ്ടി എങ്ങനെ പോകും? കറണ്ട് ഇങ്ങനെ പോകും, ശരിയല്ലേ? സോ I5 ഇങ്ങനെ ഒഴുകും. ഈ I1 എന്ത് ചെയ്യും? I1 ഇങ്ങനെ ഒഴുകി 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 ഇതിലൂടെ ഒഴുകി I1 ഇതിലൂടെ ഒഴുകും, ശരിയല്ലേ? I2 ആണെങ്കിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി I2ഉം I1ഉം കൂടിച്ചേരും, അത് ഇതിലൂടെ ഒഴുകി പോകും, ശരിയല്ലേ? I3 ആണ് ഇങ്ങനെ ഒഴുകും. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ I1ഉം ഇവിടുത്തെ I2ഉം ഈ I3യും ഒരുമിച്ച് വരും. ഇനി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ കറണ്ട് ഇങ്ങോട്ട് വരും. ഈ I1ഉം I2ഉം I3യും ഈ I4ഉം ഇവിടെ എത്തിച്ചേരും, ശരിയല്ലേ? സോ ഇതിലൂടെ കടന്നുപോയ കറണ്ട് എത്രയാണ്? ഇവിടെ നിന്ന് I1, ഇവിടെ നിന്ന് I2, ഇവിടെ നിന്ന് വന്ന I3, ഇവിടെ നിന്ന് വന്ന I4, ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്ന കറണ്ട് ഇവിടെ എത്തും. ആ കറണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തു ഇവിടെ എത്തുമ്പോൾ അത് I5മായിട്ട് കൂടിച്ചേർന്നു, പഴയ I ഉണ്ടായി, ശരിയല്ലേ? സോ I എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എത്തിച്ചേരും. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? സോ ഇവിടെ നിന്നാണെങ്കിൽ എന്തുമാത്രം കറണ്ടാണോ ഇറങ്ങിപ്പോയത് അത്രയും കറണ്ട് തന്നെ ഇവിടെ വന്ന് ചേരും. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിലൂടെ ഒഴുകിയ കറണ്ട് എത്രയാണ്? I5 ആണ്. ഇതിലൂടെ ഒഴുകിയ കറണ്ട് എത്രയാണ്? I1 ഒഴുകിയായിരുന്നു, ഇവിടുന്ന് വന്ന I2 ഒഴുകിപ്പോയായിരുന്നു, ഇവിടെ നിന്ന് I3 ഒഴുകിപ്പോയായിരുന്നു, ഇവിടെ നിന്ന് I4ഉം ഒഴുകിപ്പോയി. സോ ഇങ്ങോട്ട് ഒഴുകിയ കറണ്ടാണ് I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ റെസിസ്റ്ററിലൂടെയും കടന്നുപോയ കറണ്ടിൻ്റെ വാല്യൂ സെയിം ആണോ? അല്ല. ഇതിലൂടെ കടന്നുപോയ കറണ്ട് ഇത്രയും കറണ്ടാണ്, ഇതിലൂടെ കടന്നുപോയ കറണ്ട് ഈ കറണ്ടാണ്. ഇത് സെയിം ആണോ? അല്ല. സോ കാലുകളാണെങ്കിൽ പരസ്പരം ബന്ധിപ്പിച്ച് എന്ന് എഴുതി ചാടിക്കേറി അത് സീരീസ് കണക്ഷൻ എന്ന് പറയരുത്, മനസ്സിലായോ? സോ ഈ രണ്ട് റെസിസ്റ്റർ എന്തിലല്ല? സീരീസിലല്ല. ഇനി നമുക്ക് ഈ റെസിസ്റ്റേഴ്സ് നോക്കാം. ഈ റെസിസ്റ്ററിലൂടെ ഒഴുകിപ്പോയ കറണ്ട് I1 ആണ്. അതുപോലെ ഈ റെസിസ്റ്ററിലൂടെ ഒഴുകിപ്പോയ കറണ്ട് എത്രയാണ്? I1 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ റെസിസ്റ്ററും സീരീസ് കണക്ഷനിലാണ്. കാര്യം മനസ്സിലായോ? ഈ രണ്ട് റെസിസ്റ്റർ സീരീസ് കണക്ഷനിലാണ്. സോ സീരീസ് കണക്ഷനിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? R equivalent which is equal to R1 plus R2 ആണ്, ശരിയല്ലേ? which is equal to 3 ohm plus 3 ohm, നമുക്ക് ആൻസർ കിട്ടും 6 ohm. സോ ഈ രണ്ട് റെസിസ്റ്ററിന് പകരം നമുക്കൊരൊറ്റ റെസിസ്റ്റർ പറയാം. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? 6 ohm എന്ന് പറയണം. സോ ഞാൻ ഈ രണ്ട് റെസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഒരൊറ്റ റെസിസ്റ്റർ നോക്കാൻ പോവുകയാണ്. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ 6 ohm ആണ്. കാര്യം മനസ്സിലായോ? സോ ഞാൻ ഇവിടുത്തെ റെസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഒരൊറ്റ റെസിസ്റ്ററാണ് ഈ സർക്യൂട്ട് വരച്ചത്. ആ ഒറ്റ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 6 ohm. ഇനി നോക്ക്, ഈ 6 ohമും എന്തിലാണ്? പാരലൽ കണക്ഷനിലാണ്. സോ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ഷനിൽ വരണമെങ്കിൽ അവയുടെ രണ്ട് കാലും, സോ ഒരു റെസിസ്റ്ററിന് രണ്ട് കാലുകളുണ്ട്, ഈ ഒരു കാല് മറ്റേ റെസിസ്റ്ററിൻ്റെ മറ്റേ കാലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിരിക്കണം, മനസ്സിലായോ? അതുപോലെ ഈ റെസിസ്റ്ററിൻ്റെ ഈ കാലും മറ്റേ റെസിസ്റ്ററിൻ്റെ മറ്റേ കാലും എന്തിലായിരിക്കണം? ഡയറക്റ്റ് കോണ്ടാക്റ്റിലായിരിക്കണം. സോ അങ്ങനെയാണോ ഇവിടെ? ഈ റെസിസ്റ്ററിൻ്റെ ഒരു കാല് ഈ റെസിസ്റ്ററിൻ്റെ ഒരു കാലുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണ്, ശരിയല്ലേ? അതുപോലെ ഈ റെസിസ്റ്ററിൻ്റെ ഈ കാലും
ഈ റെസിസ്റ്ററിൻ്റെ ഈ കാലും ഡയറക്റ്റ് കോൺടാക്റ്റിലാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എന്താണ്, പാരലലാണ്. സോ ഇത് 6 ഓം ആണ്, ഇതും 6 ഓം ആണ്. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്, 1 ഡിവൈഡ് ബൈ ആർ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഈക്വലന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ R1 പ്ലസ് 1 ഡിവൈഡ് ബൈ R2 which is equal to 1 by 6 plus 1 by 6 which is equal to 2 by 6. So R effective കണ്ടുപിടിക്കണമെങ്കിൽ റെസിപ്രോക്കൽ എടുക്കണം. R effective which is equal to 6 divided by 2 which is equal to 3 ohm എന്ന് കിട്ടും. സോ ഈ രണ്ട് റെസിസ്റ്ററിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. മനസ്സിലായോ? സർക്യൂട്ട് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുകയാണ്, ചുരുങ്ങി വരികയാണ്. ശരിയല്ലേ? ഈ രണ്ട് റെസിസ്റ്ററിന് പകരം നമുക്ക് ഒരു ഒറ്റ റെസിസ്റ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം, 3 ഓം ആയിരിക്കണം. സോ ഞാൻ ഈ 6 ഓമിനെയും പകരമാണെങ്കിൽ ഒരു ഒറ്റ റെസിസ്റ്റർ കൊണ്ടുവരാൻ പോവുകയാണ്. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്, 3 ഓം. ഇനി നോക്ക്, ഈ 3 ഓം എന്തിലാണ്, ഇതുപോലെ സീരീസ് കണക്ഷനിലാണ്. ശരിയല്ലേ? ഈ 3 ഓമും സീരീസ് കണക്ഷനിലാണ്. സോ ഇവ തമ്മിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്, 3 + 3 ആണ്. 3 + 3 എത്രയാണ്, 6 ആണ്. സോ ഞാൻ ഈ രണ്ട് റെസിസ്റ്ററിനും പകരം പറയാൻ പോവുകയാണ്, ഇത് സീരീസ് ആണ്. സോ ഈക്വലന്റ് റെസിസ്റ്റൻസ് വീണ്ടും 6 ഓം കിട്ടി. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്, 6 ഓം. നോക്ക്, ഈ 6 ഓം എന്തിലാണ്, വീണ്ടും പാരലലാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്, നമ്മൾ മുന്നേ കണ്ടതാണ്, 1 by R effective which is equal to 1 by R1 plus 1 by R2. നമുക്ക് ആൻസർ കിട്ടിയായിരുന്നു, 3 ഓം ആൻസർ കിട്ടിയായിരുന്നു. ശരിയല്ലേ? സോ നമുക്ക് ഈ രണ്ട് റെസിസ്റ്റൻസിന് പകരം ഒരു ഒറ്റ റെസിസ്റ്റർ മതി. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്, 3 ഓം ആണ്. ഇനി ഈ 3 ഓം എന്തിലാണ്, സീരീസ് കണക്ഷനിലാണ്. ശരിയല്ലേ? സോ ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വീണ്ടും നമുക്ക് 6 ഓം കിട്ടും. സോ ഇത്രയും നീളമുള്ള ഈ സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്റർ വേണ്ട, നമുക്ക് ഒറ്റ റെസിസ്റ്റർ മതി. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയായിരിക്കണം, 6 ഓം ആയിരിക്കണം. ശരിയല്ലേ? ഇനി ഈ 6 ഓം എന്തിലാണ്, വീണ്ടും പാരലലാണ്. അങ്ങനെയെങ്കിൽ ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും, 3 ഓം ആയിരിക്കും. ശരിയാണോ? സോ ഈ രണ്ട് റെസിസ്റ്റൻസിന് പകരം ഞാൻ ഒരൊറ്റ റെസിസ്റ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് 3 ഓം. ഇനി ഈ 3 ഓം എന്തിലാണ്, അത് സീരീസിലാണ്. ശരിയല്ലേ? വീണ്ടും നമുക്ക് സീരീസ് കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 6 ഓം കിട്ടും. ഇനി ഈ 6 ഓമും ഈ 3 ഓം എന്തിലാണ്, അത് പാരലലാണ്. മനസ്സിലായോ? ഈ 6 ഓമും 3 ഓമും എന്തിലാണ്, പാരലലാണ്. ഒരു റെസിസ്റ്ററിൻ്റെ രണ്ട് കാലുകൾ നോക്ക്, ഈ റെസിസ്റ്ററിന് രണ്ട് കാലുകളുണ്ട്. അതിൽ ഒരു കാല് ഈ റെസിസ്റ്ററുമായിട്ടും മറ്റേ കാല് ഈ റെസിസ്റ്ററിൻ്റെ മറ്റേ കാലുമായിട്ടും ബന്ധിപ്പിച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടും എന്തിലാണ്, പാരലലാണ്. സോ നമുക്ക് R എഫക്റ്റീവ് കണ്ടുപിടിക്കാം. 1 divided by R effective which is equal to അല്ലെങ്കിൽ 1 divided by R equivalent which is equal to 1 divided by 3 plus 1 divided by 6 എന്ന് കിട്ടും. സോ നമുക്ക് LCM എടുക്കുമ്പോൾ 6 കിട്ടും. സോ 2 plus 1 which is equal to 3 divided by 6. R effective which is equal to 6 divided by 3 which is equal to 2 ഓം എന്ന് ആൻസർ കിട്ടും. സോ ഞാൻ ഈ രണ്ട് റെസിസ്റ്റൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരൊറ്റ റെസിസ്റ്റൻസ് ആക്കാൻ പോവുകയാണ്. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്, 2 ഓം ആണ്. സോ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്, 2 ഓം ആണ്. കാര്യം മനസ്സിലായോ? നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടിനെ റെഡ്യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാക്കി മാറ്റി. എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചു എയ്ക്കും ബിക്കും ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് സക്സസീവ് റിഡക്ഷൻ മെത്തേഡിൻ്റെ അടുത്ത കണക്കിലേക്ക് പോകാം. സോ ഇവിടെയും എയ്ക്കും ബിക്കും ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്ക്, ഇവിടെയാണെങ്കിൽ കുറേ റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി സർക്യൂട്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഇവിടെ ഈ രണ്ട് റെസിസ്റ്റൻസ് എന്താണ്, പാരലലാണ്. ഈ രണ്ട് റെസിസ്റ്റൻസ് എന്തിലാണ്, പാരലലാണ്. ഇവ രണ്ടിൽ എന്തിനാണ്, പാരലലാണ്. ശരിയല്ലേ? നോക്ക്, ഈ റെസിസ്റ്ററിൻ്റെ ഒരു കാല് മറ്റ് റെസിസ്റ്ററിൻ്റെ മറ്റേ കാലുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിലാണ്. ശരിയല്ലേ? ഇതിനിടയ്ക്ക് വല്ല റെസിസ്റ്റൻസ് വല്ലതും ഉണ്ടോ? ഇല്ല. അതുപോലെ ഈ റെസിസ്റ്ററിൻ്റെ അടുത്ത കാല് മറ്റു റെസിസ്റ്ററിൻ്റെ ഈ കാലുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിലാണ്. സോ ഈ രണ്ട് റെസിസ്റ്റൻസ് ഇതിലാണ്, പാരലലാണ്. രണ്ടും പാരലൽ കണക്ഷനിലാണ്. സോ ഇത് രണ്ടും പാരലലാണ്. അങ്ങനെ നമുക്ക് ഇവയുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ 1 divided by R effective അല്ലെങ്കിൽ ഈക്വലന്റ് which is equal to 1 divided by R1 എത്രയാണ്, 2 ഓം പ്ലസ് 1 divided by R2 അതും 2 ആണ്, which is equal to 2 which is equal to 1.
സോ ആർ ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു 1/1 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഓം എന്ന് കിട്ടും. സോ ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 1 ഓം ആണ്. ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസും 1 ഓം ആണ്. ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസും 1 ഓം ആണ്. സോ എനിക്കാണെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ റെസിസ്റ്റൻസ് ഉണ്ടാക്കാം. അതുപോലെ ഇവയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ റെസിസ്റ്റൻസ് ആക്കി മാറ്റാം. ശരിയല്ലേ? ഇനി നോക്ക്, ഈ രണ്ട് റെസിസ്റ്റൻസ് എന്തിലാണ്? ഈ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിലാണ്. നോക്ക്, കറണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കറണ്ട് ഇങ്ങനെ പോകും, I1 ഇങ്ങനെ പോകും, I2 ഇങ്ങനെ പോകും. ശരിയല്ലേ? നമുക്ക് ഈ എ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ടും ബി ആണെങ്കിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ടും ബന്ധിപ്പിക്കാം. അങ്ങനെയെങ്കിൽ കറണ്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്. I1 ഇങ്ങനെ ഒഴുകി, I2 ഇങ്ങനെ ഒഴുകി. ഈ I2 തന്നെയാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ശരിയാണോ? സോ ഈ I2ഉം ഈ I1ഉം കൂടി ചേർന്ന് പഴയ I ആയിട്ട് മാറി. ആ I ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് കയറി. സോ എത്ര കറണ്ടാണ് ഒഴുകി പോകുന്നത് അത്രയും കറണ്ട് തിരിച്ചു കയറും. കാര്യം മനസ്സിലായോ? സോ ഇവിടുത്തെ ആണെങ്കിൽ ഈ 1 ഓമും ഈ 1 ഓം എന്തിലാണ്? സീരീസ് കണക്ഷനിലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഇത്രയും ഭാഗത്ത് ഒരൊറ്റ റെസിസ്റ്റൻസ് മതി. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ 1 + 1 ആണ്. സോ 2 ഓം ആണ് ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ശരിയല്ലേ? ഈ 2 ഓമും അതുപോലെ ഈ 1 ഓമും എന്തിലാണ്? അത് പാരലൽ കണക്ഷനിലാണ്. ശരിയാണോ? ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിലാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 1/R effective which is equal to 1/R effective which is equal to 1/2 plus 1/1 which is equal to 2, 1 plus 2 which is equal to 3/2 and R effective which is equal to 2/3 ഓം ആൻസർ കിട്ടും. സോ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 2/3 ഓം. സോ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 2/3 ഓം. ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്ത് മനസ്സിലായോ? സോ സക്സസീവ് റിഡക്ഷൻ മെത്തേഡിന്റെ 2 ക്വസ്റ്റ്യൻ ചെയ്തു. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങൾ ഈ നെറ്റ്വർക്കിലേക്ക് നോക്കി, ഇത്രയും ഭാഗത്തുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ശരിയല്ലേ? സോ നമുക്ക് ഇവിടെയുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കിട്ടും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യമേ ഇത്രയും ഭാഗത്തുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നോക്ക്, ഈ 3 ഓമും ഈ 3 ഓമും എന്തിലാണ്? സീരീസ് കണക്ഷനിലാണ്. സോ 3 + 3 നമുക്ക് ആൻസർ കിട്ടും 6. സോ ഈ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിലാണ്. ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 6 ഓം. സോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സർക്യൂട്ടിന് ഒരൊറ്റ റെസിസ്റ്റൻസ് മതി. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയായിരിക്കണം? 6 ഓം ആയിരിക്കണം. കാര്യം മനസ്സിലായോ? ഇനി ഈ 6 ഓമും ഈ 3 ഓമും എന്തിലാണ്? അത് പാരലൽ കണക്ഷനിലാണ്. ശരിയല്ലേ? സോ നമുക്ക് ആർ ഇഫക്റ്റീവിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 1/R effective which is equal to 1/6 plus 1/3 which is equal to LCM എടുക്കുമ്പോൾ 6, 1 plus 2 which is equal to 3/6. R effective which is equal to 6/3 which is equal to 2 ഓം എന്ന ആൻസർ കിട്ടും. സോ ഇത്രയും ഭാഗത്തുണ്ടായ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 2 ഓം ആണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗത്തുള്ള സർക്യൂട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്കൊരൊറ്റ റെസിസ്റ്റൻസ് മതി. എത്രയാണ്? 2 ഓം. കാര്യം മനസ്സിലായോ? ഇനി ഈ 2 ഓമും ഈ 3 ഓമും എന്തിലാണ്? അത് സീരീസ് കണക്ഷനിലാണ്. ശരിയല്ലേ? സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 + 3 എത്ര കിട്ടും? 5. സോ ഇത്രയും ഭാഗത്തുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 5 ഓം ആണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗത്തുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര തന്നെ ആയിരിക്കും? ഇതേ കണക്ക് 5 ഓം തന്നെയായിരിക്കും. ശരിയല്ലേ? ഇതെത്രയാണ്? 3 + 3 6 ആണ്. ആ 6ഉം ഈ 3ഉം തമ്മിൽ പാരലാണ്. സോ നമുക്ക് ആൻസർ 2 ഓം എന്ന് കിട്ടും. ആ 2 ഓമും ഈ 3 ഓമും സീരീസിലാണ്. സോ ആൻസർ വീണ്ടും നമുക്ക് 5 ഓം എന്ന് കിട്ടും. സോ ഇത്രയും ഭാഗത്തുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 5 ഓം ആണ്. അതുപോലെ ഇത്രയും ഭാഗത്തുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? അതും 5 ഓം ആണ്. ശരിയല്ലേ? സോ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇതാണ് എ ബി, ഇതാണ് 5 ഓം. സോ എ ബിക്കെതിരെ നമ്മൾ 5 ഓം വരച്ചു. ഇനിയാണെങ്കിൽ എത്രയാണ്? ഇത് 5 ഓം ആണ് പാരലായിട്ട്. ശരിയല്ലേ? സോ 5 ഓം പാരലായിട്ടുണ്ട്. അതുപോലെ താഴെയുള്ള എത്രയാണ്? അതും 5 ഓം തന്നെയാണ്. ശരിയല്ലേ? സോ ഇവിടെ എന്തുണ്ട്? 5 ഓം പാരലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 1/R effective which is equal to 1/5 plus 1/5 plus
1 divided by 5 which is equal to 3 by 5. അതായത് R effective ആകെ effective resistance which is equal to 5 divided by 3 ആണ്. സോ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 5 divided by 3 ഓം ആണ്. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്ക്, ഇവിടെയാണെങ്കിൽ ഏതൊക്കെ റെസിസ്റ്റൻസ് ആണ് സീരീസ്, ഏതൊക്കെയാണ് പാരലൽ? നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഈ 10 ഓമും ഈ 10 ഓം എന്തിലാണ്? അത് പാരലലാണ്, ശരിയല്ലേ? അതുപോലെ ഈ 10 ഓമും ഈ 10 ഓമും പാരലലാണ്. സോ ഈ 10 ഓമും 10 ഓമും പാരലൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 divided by R effective which is equal to 1 by 10 plus 1 by 10 which is equal to 2 by 10. R effective which is equal to 10 divided by 2 which is equal to 5 ohm. സോ ഇവയുടെ ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 5 ഓം ആണ്. ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസും 5 ഓം തന്നെയാണ്, ശരിയല്ലേ? സോ ഇത്രയും ഭാഗത്തിന് റീപ്ലേസ് ചെയ്ത് ഞാൻ 5 ഓം എഴുതി. അതുപോലെ മറ്റേ സെക്ഷനെ റീപ്ലേസ് ചെയ്ത് ഞാൻ 5 ഓം എഴുതി. കാര്യം മനസ്സിലായോ? ഈ 5 ഓം ഈ 5 ഓം എന്തിലാണ്? അത് സീരീസ് കണക്ഷനിലാണ്. സോ ഇത്രയും ഭാഗത്തെ റെസിസ്റ്റൻസ് 5 + 5 10 ഓം എന്ന് കിട്ടും. ഈ 10 ഓമും ഈ 5 ഓം എന്തിലാണ്? പാരലൽ കണക്ഷനിലാണ്, ശരിയല്ലേ? സോ 1 divided by R effective which is equal to 1 by 5 plus 1 by 10 plus 1 by 5. ഇവിടെ LCM നമുക്ക് 10 കിട്ടും. സോ 2 plus 1 plus 2 which is equal to 5 divided by 10. R effective which is equal to 10 divided by 5 which is equal to 2 ohm എന്ന് ആൻസർ കിട്ടും. കാര്യം മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അതായത് എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 2 ഓം ആണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെയാണെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? ഇനി സ്വിച്ച് ആണെങ്കിൽ ഞാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ കോൺടാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? എയ്ക്കും ബിക്കും ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് വ്യത്യസ്തങ്ങളായ സിറ്റുവേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും, അതുപോലെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എത്രയായിരിക്കും. സോ നമുക്ക് ആദ്യമേ സ്വിച്ച് ഓഫിന് കണ്ടുപിടിക്കാം. ഇപ്പോൾ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ്. അപ്പോൾ ഈ സർക്യൂട്ട് ഇവിടെ ഇല്ല, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസ് എന്തിലാണ്? അത് സീരീസിലാണ്. സോ സീരീസിലാണെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസ് സീരീസിലാണ്. ഇവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടും? 6 + 12 which is equal to 18 ഓം എന്ന് കിട്ടും. ഇതുപോലെ ഇവിടെ എന്താണ്? ഈ 12 ഓമും ഈ 6 ഓമും സീരീസ് കണക്ഷനിലാണ്, ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഇത് രണ്ടും എന്തിലാണ്? സീരീസ് കണക്ഷനിലാണ്. സോ 12 + 6 വീണ്ടും നമുക്ക് 18 ഓം ആൻസർ കിട്ടും. ഇനി ഈ 18 ഓമും ഈ 18 ഓമും എന്തിലാണ്? പാരലലാണ്. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് which is equal to 1 divided by R effective which is equal to 1 divided by 18 plus 1 divided by 18 which is equal to 2 divided by 18. So R effective which is equal to 18 divided by 2 which is equal to 9 ഓം ആൻസർ കിട്ടും. സോ സ്വിച്ച് ആണെങ്കിൽ ഓഫ് പൊസിഷൻ ഇരിക്കുമ്പോൾ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 9 ഓം ആണ്. ഇനിയാണ് നമുക്ക് ഈ സ്വിച്ചിനെ ഒന്ന് ക്ലോസ് ചെയ്യാം. അങ്ങനെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്തായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ? സോ ഇപ്പോൾ സ്വിച്ച് അതിൻ്റെ ഓൺ പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഈ രണ്ട് റെസിസ്റ്റൻസ് എന്താണ്? ഇവ രണ്ടും പാരലൽ കണക്ഷനിലായി, ശരിയല്ലേ? ഈ റെസിസ്റ്റൻസിൻ്റെ രണ്ട് കാലുകൾ മറ്റ് റെസിസ്റ്റൻസിൻ്റെ രണ്ട് കാലുകളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിലാണ്. സോ ഇത് രണ്ടും പാരലൽ കണക്ഷനിലാണ്. സോ ഈ 6ഉം 12ഉം പാരലലാണെങ്കിൽ ഇവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 1 divided by R effective which is equal to 1 by 6 plus 1 by 12 which is equal to LCM 12 എടുക്കാം 2 plus 1 which is equal to 3 divided by 12. So R effective which is equal to 12 divided by 3 which is equal to 4 ഓം ആൻസർ കിട്ടും. സോ ഇവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 4 ഓം ആണ്. അതുപോലെ ഇവ എത്രയാണ്? 12ഉം 6ഉം തന്നെയാണ്. ഇവിടുത്തെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 4 ഓം തന്നെയാണ്. സോ ഇതാണ് എ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഈ എന്ന് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 4 ഓം ആണ്. സോ ഇത് 4 ഓം ആണ്. ഇത് അടുത്ത റെസിസ്റ്റൻസ് ആണ്, അതും 4 ഓം തന്നെയാണ്. ഇതാണ് ബി എന്ന് പറയുന്നത്. സോ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 4 + 4 which is equal to 8 ഓം ആൻസർ കിട്ടും. സോ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 8 ഓം.
ഏത് കണ്ടീഷനിലാണ്? സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ. സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ ഇവയ്ക്കിടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു, അത് 9 ഓം ആണ്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. നമുക്കറിയാം ഇതൊരു വളരെ സിമ്പിൾ സർക്യൂട്ടാണ്. പക്ഷേ ഞാൻ ഈ സിമ്പിൾ സർക്യൂട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കോൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ നമുക്കറിയാം എന്താണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ ഒഴുകുന്ന പാതയിൽ എന്തുണ്ട്? കുറച്ച് തടസ്സങ്ങളുണ്ട്. ആകെ തടസ്സങ്ങളെ വിളിക്കുന്ന പേരാണ് ആ സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. സോ കറണ്ട് ആണെങ്കിൽ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ഒഴുകുകയാണ്. അത് അവസാനം നെഗറ്റീവ് ടെർമിനലിൽ വന്ന് ചേരും. അങ്ങനെ വന്നു ചേരുമ്പോൾ കറണ്ട് സഞ്ചരിച്ച പാതയിൽ ഉണ്ടായ ആകെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ആ പാത്തിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ കറണ്ട് ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്, കറണ്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്, കറണ്ട് ഇങ്ങനെ ഒഴുകി ഇവിടം വരെ എത്തി. സോ നമുക്കറിയാം ഇവിടെ എത്തിച്ചേരുന്ന കറണ്ട് രണ്ടായിട്ട് മുറിഞ്ഞു മാറും. ശരിയല്ലേ? പക്ഷേ നോക്ക്, ഈ പാതയിൽ യാതൊരു റെസിസ്റ്റൻസും ഇല്ല. അതുകൊണ്ട് നമുക്കറിയാം കറണ്ട് ഒഴുകിപ്പോകുന്നത് റെസിസ്റ്റൻസ് കുറഞ്ഞ പാതയിലൂടെയാണ്. സോ ഇവിടെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എല്ലാ കറണ്ടും എങ്ങനെ ഒഴുകിപ്പോകും? അത് ഇങ്ങനെ ഒഴുകിപ്പോകും. സോ ഇവിടുന്ന് വരുന്ന എല്ലാ കറണ്ടും ഇങ്ങനെ ഒഴുകിപ്പോകും. ഇവിടെ എന്ത് ചെയ്യത്തില്ല? ഇങ്ങനെ പിരിഞ്ഞു മാറത്തില്ല. അങ്ങനെ മാറാത്തതിന് കാരണം എന്താണ്? ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. സോ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കറണ്ട് ഇങ്ങോട്ടും കുറച്ച് കറണ്ട് ഇങ്ങോട്ടും പിരിഞ്ഞു മാറിയേനെ. പക്ഷേ ഇവിടെ അങ്ങനെ മാറുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇവിടത്തുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 0 ആണ്. സോ എല്ലാ കറണ്ടും ഇതിലൂടെ ഒഴുകിപ്പോകും. ഇതിലൂടെ എന്തൊഴുകത്തില്ല? കറണ്ട് ഒഴുകത്തില്ല. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൽ നമ്മൾ ആരെ പരിഗണിക്കേണ്ട ആവശ്യമില്ല? ഇവനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? കറണ്ട് അതിലൂടെ ഒഴുകിപ്പോകുന്നില്ല. സോ സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും രണ്ട് ടെർമിനൽസ് തമ്മിൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അതിലൂടെ ബൈപ്പാസ് ചെയ്യും. മനസ്സിലായോ? സോ ഇവിടെ കറണ്ട് ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിങ്ങനെ ബൈപ്പാസ് ചെയ്ത് പോവുകയാണ്. സോ നമുക്ക് ഇതിനെ പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ സർക്യൂട്ടിൻ്റെ ആകെ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ കറണ്ട് കടന്നുപോയ പാത മാത്രം എടുത്താൽ പോരെ? സോ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടായ ഒരു റെസിസ്റ്റൻസ് ആണ് 5 ഓം, മറ്റൊരു റെസിസ്റ്റൻസ് ആണ് 3 ഓം. സോ ഈ 5 ഓം 3 ഓം എന്തിലാണ്? സീരീസ് കണക്ഷനിലാണ്. സോ 5 + 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അങ്ങനെയെങ്കിൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 8 ഓം ആണ്. മനസ്സിലായോ? സോ ശ്രദ്ധിക്കണം, ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ കറണ്ട് എല്ലാം ആ പാത്തിലൂടെ, ഷോർട്ടായ പാത്തിലൂടെ ഒഴുകിപ്പോവും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസിനെ ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നോക്കി. നമുക്കറിയാം കറണ്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്. കറണ്ട് ഇങ്ങനെ ഒഴുകി ഇവിടുത്തെ എന്ത് ചെയ്യും? കറണ്ട് നേരെ ഇങ്ങോട്ട് പോകാൻ നോക്കും. ശരിയല്ലേ? കറണ്ട് ബിയിലേക്കാണ് പോകാൻ നോക്കുന്നത്. സോ കറണ്ട് ഒരിക്കലും ഇതിലൂടെ കയറാൻ നോക്കത്തില്ല. കാരണം സർക്യൂട്ട് എന്തിലാണ്? ഷോർട്ടിലാണ്. സോ ഈ 2 ഓമും ഈ 2 ഓം മാത്രമേ സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് വരത്തുള്ളൂ. ശരിയല്ലേ? കറണ്ട് ഇങ്ങനെ ഒഴുകി വരും, കറണ്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകത്തേ ഉള്ളൂ. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 ഓം കിട്ടും. കാരണം എന്താണ്? ഈ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിലാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ കയ്യിലൊരു വയറുണ്ട്. വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് 16 ഓം. ഈ വയറിനെ ആണെങ്കിൽ ഞാൻ വളച്ച് ഒരു സർക്കിൾ ഉണ്ടാക്കി. സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് ഇത്. ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡുകളാണ് എയും ബിയും. അങ്ങനെയെങ്കിൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? സോ വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി? സോ നമുക്കറിയാം വയറിൻ്റെ ആകെ ലെങ്തിൻ്റെ പകുതിയാണ് ഇത്രയും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗത്തുള്ള റെസിസ്റ്റൻസ് ആണ് 8 ഓം. അതുപോലെ ഇത്രയും ഭാഗത്തുള്ള റെസിസ്റ്റൻസും എത്രയാണ്? 8 ഓം ആണ്. സോ ആകെ റെസിസ്റ്റൻസ് 16 ആണ്. അതിൻ്റെ നേരെ പകുതിയാണ് ഇത്രയും. സോ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 8 ഓം ആണ്. ഇതും എത്രയാണ്? 8 ഓം ആണ്. സോ ഞാനിങ്ങോട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഇതാണ് എ എന്ന പോയിന്റ്. സോ ഇതെന്ന് പറഞ്ഞാൽ 8 ഓം ഉള്ള റെസിസ്റ്റൻസ് ആണ്. സോ ഇത് 8 ഓം ഉള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതാണ് ബി എന്ന പോയിന്റ്. ഇതെന്ന് പറയുന്നത് വീണ്ടും 8 ഓം ഉള്ള മറ്റൊരു റെസിസ്റ്റൻസ് ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ആർ ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 8 പ്ലസ് 1 ഡിവൈഡ് ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 8. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 4 ഓം എന്ന ആൻസർ കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായോ?
സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിൻ്റെ വളരെ ബേസിക് ക്വസ്റ്റ്യൻസും അതുപോലെ വളരെ ബേസിക് കോൺസെപ്റ്റുകളുമാണ്. ഇനി ക്വസ്റ്റ്യൻസ് ധാരാളമുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.